വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് UG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആ പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അഡ്മിഷൻ നടപടികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു പുതിയൊരു രീതിയാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഓരോ ദിവസവും നിങ്ങൾ പരിശോധിക്കേണ്ട രീതിയിലാണ് ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയ അവർ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു. ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഇതെടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളതൊക്കെ പറഞ്ഞു തരികയാണ്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് UG ക്യാപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ഇവിടെ ലോഗിൻ സ്റ്റുഡൻറ്റ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. ഇതുപോലെ ഈ കുട്ടിയുടേത് വളരെ കൃത്യമായിട്ട് കാണാം. ഈ കുട്ടിയുടെ 7ാമത്തെ ഓപ്ഷൻ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് അപ്ലൈഡ് സയൻസ് വേങ്ങൂർ. അതിൽ 755 ഇൻഡെക്സ് മാർക്ക് കുട്ടിയുടെ. അദ്ദേഹത്തിൻ്റെ കാറ്റഗറി അലോട്ടഡ് കാറ്റഗറി ലാറ്റിൻ കാറ്റഗറി അതർ ദാൻ ആംഗ്ലോ ലാറ്റിൻ കാറ്റഗറി വിഭാഗത്തിലാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അതാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ ഈ കുട്ടിക്ക് ഇത് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി യൂണിവേഴ്സിറ്റി ഫണ്ട് അടച്ച് യൂണിവേഴ്സിറ്റി ഫീസ്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫീസ് ഉണ്ട് 1695 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്ത് ലഭിക്കും? നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി റിജക്റ്റ് ചെയ്താൽ അത് റിജക്റ്റ് ആവും. ഓക്കെ, അത് റിജക്റ്റ് ആവും. ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ആക്സെപ്റ്റ് റിജക്റ്റ് വന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. അങ്ങനെ ആ 24 മണിക്കൂർ അങ്ങനെ ഇവർ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അടുത്തൊരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും നമ്മളത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് 22-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്യും? ഇതിലുള്ള വേറൊരു കോളേജിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കാം. ഓക്കെ, അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. ഇവിടെ ഈ വരുന്ന ആക്ഷൻ റിക്വേർഡ് എന്ന് കാണുന്നുണ്ടല്ലോ, ഇവിടെ പുതിയ ഓരോ അടുത്തടുത്ത സമയങ്ങളിൽ ഇതിൽ മാറ്റങ്ങൾ വരാം. ഇങ്ങനെ ഈ ഒരു കാര്യം വന്നു. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലെ വന്നത് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഇത് പോകും. അപ്പോൾ പുതിയ ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പുതിയത് വരാം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 5ഉം 10ഉം കോളേജിൽ ഇതേപോലെ ആക്സെപ്റ്റ് റിജക്റ്റ് കാണാം. ഈ കുട്ടിക്ക് 5ഓ 10ഓ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. താല്പര്യമുള്ള ഏതാണോ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തത് തന്നെത്താൽ റിജക്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്താൽ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഈ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ ഓരോ 24 മണിക്കൂർ കഴിഞ്ഞാലും പുതിയൊരു ഓപ്ഷൻ വരും. ചിലപ്പോൾ വരാതിരിക്കാം. ചില വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉള്ളത് ചിലർക്ക് ഇതേപോലെ അവൈറ്റിംഗ് വില്ലിനെക്സ് ആരാ കൊടുക്കുന്നത്? ഈ കോളേജുകാരെന്ത് ചെയ്യാണ്? അവർക്ക് നമുക്ക് അഡ്മിഷൻ തരാനുള്ള ഒരു സമയമാകുമ്പോൾ എന്ത് ചെയ്യാണ്? കോളേജുകാരെന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ഇത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടി ഓരോന്നിലും അവൈറ്റിംഗ് വില്ലിനെസ്, ചില ആളുകൾക്ക് നോക്കുമ്പോൾ ഒരു കോളേജിലും ഇതുപോലെ കാണില്ല. എന്നാൽ ചില ആളുകൾക്ക് ഒന്നിലധികം കോളേജ് കാണും. ഒന്നിലധികം കോളേജിൽ എനിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അർഹത ഉണ്ട്. അതിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എവിടെയും അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ചിലപ്പോൾ സീറ്റുകളൊക്കെ പല കോളേജുകളിലും ഫുള്ളാവാനുള്ള സാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷങ്ങളിലും ഇത് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞു. ഇപ്പോൾ ഒരു കോളേജിൽ 30 സീറ്റാണുള്ളത്. 30 സീറ്റിക്കും ലേക്കുള്ള ഒരു കോളേജ് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് വേങ്ങൂർ
ഇവിടുന്ന് 30 സീറ്റിലേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള അലോട്ട്മെന്റ് അവർ പാസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവരെന്ത് ചെയ്യും, 24 മണിക്കൂറിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്ത കുട്ടികളുടേത് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്ത കുട്ടികളുടേത് എന്ത് ചെയ്യും, അവർക്ക് അഡ്മിഷൻ കൊടുക്കും. ബാക്കി ഇപ്പോൾ 30 ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10ലേക്കുള്ളത് ഇതിന്റെ 24 hours കഴിഞ്ഞാൽ വീണ്ടും പോലെ എന്ത് ചെയ്യും, അവർ പുറത്തിടും. അപ്പോൾ ബാക്കി അടുത്ത റാങ്കിലുള്ള 10 ആളുകൾക്ക് ഈ ആക്സെപ്റ്റ് റിജക്റ്റ് അടുത്ത കുറച്ച് സമയം കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞാൽ അവർക്കത് കാണാൻ കഴിയും. അതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ വിദ്യാർത്ഥിയുടെ ഇപ്പോൾ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി, അവിടെ ഇപ്പോൾ കുറച്ച് ആളുകൾക്കുള്ള അഡ്മിഷന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് ആൾക്കാർ അഡ്മിഷൻ എടുക്കും, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യില്ല, അഡ്മിഷൻ എടുക്കാതിരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ വരാം, അല്ലെങ്കിൽ പിന്നത്തെ സമയത്ത് വരാം. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഓരോ 24 hours കഴിയുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ 24 hours കഴിയുമ്പോഴേക്കും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, എനിക്ക് ആക്സെപ്റ്റ് റിജക്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്തതിൽ ആക്സെപ്റ്റ് റിജക്റ്റ് വന്നിട്ടുണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് റിജക്റ്റ് ഓപ്ഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് താല്പര്യമുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഒരു വിദ്യാർത്ഥി അറിയാതെ ആക്സെപ്റ്റ് ചെയ്ത് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾ ഏത് കോളേജിനെ ആക്സെപ്റ്റ് ചെയ്ത് ആ കോളേജിലേക്ക് മെയിൽ അയക്കുക, കോളേജ് ബന്ധപ്പെട്ടിട്ട് അത് അവരോട് പറയണം ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇത് ഈ ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥിക്ക് ഈ കോളേജുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്തതാണ് അവൈറ്റിംഗ് വില്ലിങ്നെസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നാളെ ചിലപ്പോൾ നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഏതിലേക്ക് മാറാം, ഈ മുകളിൽ ആക്ഷൻ റിക്വയർഡിലേക്ക് മാറാം. ആ രീതിയിലാണ് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ ഉള്ളത്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് ഓരോ നിമിഷങ്ങളിലും ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇടക്കിടക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോ ഈ വിദ്യാർത്ഥി ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് തന്നെ റിജക്റ്റ് ആയി പോകും. പിന്നെ ആ കുട്ടിക്ക് എപ്പോഴാണോ ഏതെങ്കിലും ഓപ്ഷൻ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത് ആ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്ത് വരിക. അതുവരെ എന്ത് ചെയ്യേണ്ടി വരും, ഈ വിദ്യാർത്ഥി വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, എവിടെയും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയാണോ കോളേജിൽ വേക്കൻസി ഉള്ളത് ആ കോളേജിൽ മാത്രമേ പിന്നീട് കിട്ടുള്ളൂ. ഇപ്പോൾ കോളേജുകളിൽ ഇപ്പൊ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ആക്സെപ്റ്റ് എന്ന് ഇവിടെ കാണാം. അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. ആ കുട്ടിയുടെ താല്പര്യം റിജക്ട് ചെയ്യുന്നതോടുകൂടി ആ ഓപ്ഷൻ കട്ടായി പോകും. പിന്നെ ആ കുട്ടിക്ക് ഈ കൊടുത്തിട്ടുള്ള 8 ഓപ്ഷനിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ ബാക്കി ചിലപ്പോൾ പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരവും കൂടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. 24 hours കഴിയുമ്പോൾ വീണ്ടും പുതിയ ഓപ്ഷനുകൾ പുതിയ സാധ്യതകൾ വരും. അതിൽ ആക്സെപ്റ്റ് റിജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോ 24 hours ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഘട്ടം വരെ വെയിറ്റ് ചെയ്യുക. റിജക്ട് ചെയ്താൽ അടുത്ത ഘട്ടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഈ കോളേജുകൾ ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഇവിടെയൊക്കെ നമുക്ക് റാങ്ക് നോക്കാം. റാങ്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാവും. ഇവിടെ 61 247 ഓക്കെ, ഇവിടെ 201 ഓരോന്നിലും നമ്മൾ നോക്കേണ്ടത് 181. അപ്പോൾ റാങ്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു 100 അടിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചാൻസ് ഉണ്ട്, അതിൻ്റെ മുകൾക്കാണെങ്കിൽ ചാൻസ് കുറവാണ്. എന്നാലും ചിലപ്പോൾ 200 300 ഒക്കെ ചിലപ്പോൾ പോകാം. ഇതൊന്നും ഷുവർ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, താങ്ക്